ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ 1 കിലോയുടെ ബേസിൽ നമ്മൾ നമ്മുടെ മുൾട്ടാനിമിട്ടിയുടെ സോപ്പ് ചെയ്യണം കേട്ടോ. ഞാൻ ബേസിൽ മുൾട്ടാനിമിട്ടിയുടെ സോപ്പ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പം നല്ല രീതിയിൽ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സോപ്പാണ് മുൾട്ടാനിമിട്ടി. പക്ഷേ മുൾട്ടാനിമിട്ടി യൂസ് ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയുകയാണ്, കാര്യം നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ ബ്രൈറ്റ് ആവും ഉപയോഗിച്ചാൽ. നല്ല രീതിയിൽ നമുക്ക് കളർ വെക്കും. പക്ഷേ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്ക് മുൾട്ടാനിമിട്ടി അത്ര നല്ല പോസിബിൾ ആയിട്ടുള്ളൊരു സാധനമല്ല, നമുക്ക് ഓക്കെ അല്ല. എന്ന് വെച്ചാൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വീണ്ടും അവരുടെ സ്കിന്ന് ഡ്രൈ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഡ്രൈ സ്കിന്നുള്ളവർ യൂസ് ചെയ്യുവാണെങ്കിൽ ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ കോക്കനട്ട് ഓയിലും ഗ്ലിസറിനും നല്ല രീതിയിൽ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ കൂടുതൽ ഡ്രൈ ആവാതിരിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ അതിനകത്ത് കൂടുതൽ ചേർത്തിരിക്കണം. അപ്പം നമ്മളിന്ന് മുൾട്ടാനിമിട്ടിയുടെ സോപ്പ് 1 കിലോയ്ക്ക് വേണ്ടിയിട്ടുള്ള പൗഡർ എടുക്കുകയാണ് കേട്ടോ. അപ്പം ഇത് ഏകദേശം ഒരു 10-20 ഗ്രാമോളം ഉണ്ട് കേട്ടോ. കുറച്ചുകൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പം ഇതൊരു ഏകദേശം ഒരു 20-25 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് നമ്മുടെ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇത് ചെയ്യാം, നന്നായിട്ട് മെൽറ്റ് ചെയ്യാം. ഇത് ശരിക്കും റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് മെൽറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കേട്ടോ. അതിന് വെച്ചാൽ മറ്റെന്ത് ഉപയോഗിച്ച് നമ്മളിത് സെറ്റ് ചെയ്താലും, പ്രത്യേകിച്ച് അലോവേരയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഇത് അവിടെ ഇവിടെയൊക്കെ പിടിച്ച് പറ്റി പൗഡർ ഇങ്ങനെ കിടക്കും, നന്നായിട്ട് അലിയത്തില്ല. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഇത് ഒന്ന് അലിയിപ്പിച്ചെടുക്കാവേ. അപ്പം നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നല്ല രീതിയിൽ പൗഡർ മെൽറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്യാം. ഗ്ലിസറിൻ ഇച്ചിരി അത്യാവശ്യം നല്ല രീതിയിൽ മുൾട്ടാനിമിട്ടി ചെയ്യുമ്പോൾ ആഡ് ചെയ്തോളൂ കേട്ടോ. അതിന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും മുൾട്ടാനിമിട്ടി യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇച്ചിരി ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ തണുപ്പ് കാലമായതുകൊണ്ട് നമ്മുടെ സോപ്പിൽ നിന്ന് ഗ്ലിസറിൻ പെട്ടെന്ന് പൊടിയും. അപ്പം നമുക്ക് ഇത് പെട്ടെന്ന് റാപ്പ് ചെയ്ത് വെക്കണം. നമ്മൾ മോൾഡിൽ നിന്ന് മാറ്റുന്ന ഉടനെ തന്നെ നമ്മൾ റാപ്പ് ചെയ്യുകയാണെങ്കിൽ വേർക്കുന്ന ആ ഒരു ഇതേ കൂട്ട് തണുപ്പ് സമയം ആയതുകൊണ്ട് വേർക്കുന്ന ആ ഒരു ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം വൈറ്റമിൻ ഇ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഗ്ലിസറിൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോയ്ക്കാണ്. ഇതിപ്പോൾ ഒരു 20 തുള്ളി അല്ല 10 തുള്ളി കേട്ടോ. 10 സോപ്പാണ് നമുക്ക് 1 കിലോയിൽ നിന്ന് വരുന്നത്. 10 തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് അലോവേരയുടെ ജ്യൂസ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. അലോവേരയുടെ ജ്യൂസ് ഞാൻ ഓൾറെഡി അത് മെൽറ്റ് ആവുന്ന കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്യുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചൂടായി വരണം അതെല്ലാം കൂടെ കൂടി. അപ്പം ഞാനിതൊന്ന് കാണിച്ചു തരാം കേട്ടോ. പീസ് ഇപ്പോൾ നിലവിൽ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ മെൽറ്റ് ചെയ്തുകൊണ്ട് വന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ ഓൾറെഡി ഇതിനകത്ത് അലോവേരയുടെ 2 ടേബിൾ സ്പൂൺ അലോവേരയുടെ ജ്യൂസ് ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാവാനായിട്ട് ഞാൻ വെച്ചിരുന്നു. അതുകൊണ്ട് ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ മുൾട്ടാനിമിട്ടിയുടെ സോപ്പിൻ്റെ പൗഡർ നമ്മൾ ചാലിച്ച് വെച്ചേക്കുന്ന എല്ലാം ചേർത്ത് വെച്ചേക്കുന്ന നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഫുള്ള് വടിച്ചിടുവാണ്. നല്ല രീതിയിൽ നമ്മൾ സ്കിൻ ടോണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള സ്കിൻ ടോണ് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സോപ്പാണിത് കേട്ടോ. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡ്രൈ സ്കിന്നുകാർ അധികം യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ചെയ്യുന്നവരാണെങ്കിൽ അതിനകത്തേക്ക് കുറച്ചുകൂടെ കൂടുതൽ സാധാ ചേർക്കുന്നതിലും കൂടുതൽ ഗ്ലിസറിനോ അങ്ങനെ നമ്മുടെ മോയ്സ്ചറൈസർ ആക്കാൻ പറ്റുന്ന നമ്മുടെ ഐറ്റംസൊക്കെ ചേർത്ത് യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ സോപ്പ് സെറ്റായിട്ടുണ്ട് കേട്ടോ. മുൾട്ടാനിമിട്ടിയുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സ്മെല്ല് മറക്കാതെ ചേർക്കാം. എപ്പോഴും മറന്നു പോകും, അതുകൊണ്ട് സ്മെല്ല് നമ്മൾ മറക്കാതെ ചേർത്തു. ഡവിൻ്റെ സ്മെല്ലാണ് ഞാൻ ചേർത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുൾട്ടാനിമിട്ടിയുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പാത്രങ്ങളിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ സോപ്പുകൾ ഈ മുൾട്ടാനിമിട്ടിയുടെ തന്നെ നമുക്ക് കുറച്ച് സോപ്പുകളൂടെ നമുക്ക് ഉണ്ടാക്കാനുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ സോപ്പ് മേക്കിങ്. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഞാനിതിൻ്റെ പാതയൊന്നും മാറ്റുന്നില്ല കേട്ടോ. അപ്പം ലാസ്റ്റ് ഭാഗം ഞാൻ നിങ്ങളെ ഇതിൻ്റെ ഉറച്ച ശേഷം നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പോൾ സിമ്പിൾ ആൻഡ് ഈസിയാണ്. നമുക്ക് സ്കിൻ ടോൺ നന്നായിട്ട് നമ്മുടെ സ്കിൻ ടോൺ റെഡി ആവുന്നതാണ്. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്കാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഈ സോപ്പ് കിട്ടുക. അപ്പോൾ നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുമ്പം കിട്ടുന്നതെല്ലാം വാങ്ങിച്ച് തേക്കാതെ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് യോജിച്ചത്, ഓയിലി സ്കിൻ ആണെങ്കിൽ ചാർക്കോൾ സോപ്പ്, നമ്മുടെ മുൾട്ടാനിമിട്ടി അങ്ങനത്തെ കുറച്ച് സോപ്പുകൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുണ്ട്. അല്ലാത്തവർക്ക് നമ്മുടെ അലോവേര, ബാക്കി എന്ത് സോപ്പും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ ചെറുതായിട്ട് ഡ്രൈ ആക്കും. അതുകൊണ്ടാണ് അത് ഡ്രൈ സ്കിന്നുകാർ അധികം യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.